മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി റെയ്ഡിൽ നീതി നിഷേധമുണ്ടായതായി CMRL. അധികാര പരിധി ഇല്ലാതെയാണ് ഇ ഡി അന്വേഷണമെന്നും CMRL ഹൈക്കോടതിയിൽ. ഇ ഡി ആദ്യം സമൻസ് നൽകിയപ്പോൾ FIR കമ്പനിക്കെതിരെ ഉണ്ടായിരുന്നില്ലെന്നും വാദങ്ങൾ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിലാണ് CMRLന്റെ വാദങ്ങൾ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കോടതി നിർദ്ദേശപ്രകാരമാണ് ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായത്. എന്നാൽ വിചിത്രമായ ഒരു വാദഗതികളാണ് കോടതിയിൽ CMRL ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ? സുരേഷ്, നേരത്തെ ഇ ഡിയുടെ അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഇ ഡി റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിക്കൊണ്ട് ഇ ഡിയുടെ അന്വേഷണവും റെയ്ഡ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും മരവിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം CMRL കമ്പനി ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ അപ്പീലിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത്, കേസെടുക്കാൻ ഇ ഡിക്ക് യാതൊരുവിധ അധികാരമില്ലാത്ത അന്വേഷണത്തിലേക്കാണ് ഇ ഡി കടന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം ഇല്ലാതെ ഇ ഡി ആദ്യഘട്ടത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ബന്ധപ്പെട്ട ആളുകൾക്ക് സമൻസ് അയക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഹർജിയിൽ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. വാദം കേട്ട സിംഗിൾ ബെഞ്ച് 2 വർഷമാണ് വിധി പറയാതെ മാറ്റിവെച്ചത്. കുറ്റകൃത്യമുണ്ടെന്ന് SFIO അറിയിച്ചുവെന്നത് ഇ ഡി ഒരു സത്യവാങ്മൂലമായിട്ട് 2025 മെയ് 21-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ ഇ ഡി നൽകിയിട്ടുള്ള ആ വിശദീകരണത്തിന് മറുപടി നൽകാനായിട്ട് തങ്ങൾക്ക് ഒരു സമയമോ അതിനുള്ള അവകാശമോ നൽകിയില്ല. അത് നിഷേധിക്കപ്പെട്ടു. സ്വാഭാവിക നീതിയുടെ നിഷേധം ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് CMRL കമ്പനി അപ്പീലിൽ വാദമായിട്ട് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ ഇ ഡിയുടെ തുടർ നടപടികൾ, റെയ്ഡ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും അടിയന്തരമായിട്ട് മരവിപ്പിക്കണം, സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവായിട്ട് ഈ അപ്പീലിൽ CMRL ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാന ആവശ്യം എന്ന് പറയുന്നത്, നേരത്തെ ഇ ഡിയുടെ അന്വേഷണം തുടരാമെന്നുള്ള കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് റദ്ദാക്കണമെന്നുള്ളതാണ് CMRLന്റെ ആവശ്യം. എന്തായാലും വീണയ്ക്കടക്കം സമൻസ് നൽകാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് CMRL അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.